ബ്യൂട്ടീഷ്യനെ ഇവിടെ ചെയ്യാറില്ല. ഉള്ള കോലത്തിന്റെ രഹസ്യം ഫ്ലക്സീഡ് എന്താന്ന് പോലും അറിയത്തില്ല. അറിയത്തില്ല സംഭവം പൊളിഞ്ഞ്. സ്വാദിഷ്ടമായ ചിക്കൻ കറി നിങ്ങൾക്ക് റെഡിയായി. ഹലോ, അപ്പൊ ഞങ്ങൾ ഇന്നൊരു പുതിയ വീട്ടാ വന്നേക്കുന്നത്. വീഡിയോ എന്താന്ന് വെച്ചാല് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്നാണ്. ഇപ്പൊ ആൾക്കാർ ചോദിക്കാൻ പോണോ നിനക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഉള്ള കോലത്തിന്റെ രഹസ്യം. അങ്ങനെ പറഞ്ഞാൽ മതി, സൗന്ദര്യം പറയണ്ട, ഉള്ള കോലത്തിന്റെ രഹസ്യം. ഓക്കെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹെയർ കെയറും സ്കിൻ കെയറിനെ പറ്റിയാണ്. അതായത് ഫേസ് കെയറിനെ പറ്റിയാണ്. ഞാൻ ചുമ്മാ വെറുതെ വന്നിരിക്കുവാണ്, ഇച്ചിരി പിടിച്ചിരുത്തിയതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ആദ്യം ഹെയർ കെയർ പറയുകയാണെങ്കിൽ ഹെയർ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കാച്ച എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇച്ചു ആണെങ്കിൽ എണ്ണ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ കാച്ച എണ്ണ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാംപൂ പാന്റീനാണ് യൂസ് ചെയ്യുന്നത്. പാന്റീന്റെ ഹെയർ ഫോൾ ഷാംപൂവും കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഈ നമുക്കിപ്പം കൂടുതലും ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്യാം. അതായത് ഇത് റോസ്മേരിയുടെ സോൾഫ്ലവറുടെ ഒരു റോസ്മേരി ഓയിലാട്ടോ ഇത്. അപ്പൊ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയി. ഇതിപ്പോ എന്റെ മൂന്നാമത്തെ ബോട്ടിലാ. ഇത് ആക്ച്വലി ഇവിടുന്ന് കിട്ടാറില്ല. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിലൊക്കെ ഞാൻ പറയാറുണ്ട് ഇത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് മേടിക്കാം, നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പം എനിക്കാണെങ്കിൽ ഇവിടെ വന്ന ശേഷം ക്ലൈമറ്റിന്റെ നല്ല ഇഷ്യൂ കാരണം ഞാനിത് ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഇപ്പം മുടി എല്ലാം കിളിത്തരാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, നോൺ സ്പോൺസേർഡ് പ്രൊമോഷൻ. സോൾഫ്ലവർ പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഓക്കെ, അടുത്തത് വരുന്നതാണ് നമ്മുടെ ഈ ആവണക്കെണ്ണ അല്ലേ ഇത് പറയാ, കാസ്റ്റർ ഓയിൽ. അപ്പം ഇതും സെയിം ബ്രാൻഡിന്റെ തന്നെയാണ്, സോൾഫ്ലവറിന്റെ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ റോസ്മേരി ഓയിലും കാസ്റ്റർ ഓയിലും നമ്മൾ കാച്ചിയ എണ്ണയിൽ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അങ്ങനെയാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം 1 മണിക്കൂർ തലയിൽ വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഞാൻ വേറൊരു കാര്യം യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ എന്റെ ഹെയർ എല്ലാവരും വീഡിയോയിൽ ചോദിക്കാറുണ്ട്, എന്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. ചിലപ്പം പാറി ഇങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും, ഈ ചേച്ചിന്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്റെ ഹെയർ ഭയങ്കര ഫ്രിസി ഹെയർ ആണ്. അപ്പം അത് എത്ര സെറം ഇട്ടാലും എന്തായാലും അത് ഒതുങ്ങത്തില്ല. അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ, ഫ്ലാക്സ് സീഡ് മലയാളത്തിൽ എന്താ പറയാ, അപ്പൊ ഫ്ലാക്സ് സീഡിന്റെ ജെല്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ യൂട്യൂബിലെല്ലാം കണ്ടു കാണും. ഫ്ലാക്സ് സീഡിന്റെ ജെല്ല വളരെ യൂസ്ഫുൾ ആണ്. നല്ല നമ്മുടെ ഇപ്പം ഹെയർ ഭയങ്കര ഫ്രിസി ആണെങ്കിൽ അത് യൂസ് ചെയ്ത് ജെല്ല് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കാണുന്നതായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു സാധനം ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലമ്മിന്റെ ഒരു ഹെയർ മാസ്ക് ആണ്. ഇത് വല്ലപ്പോഴും യൂസ് ചെയ്യത്തുള്ളൂ. ഇത് ആക്ച്വലി ഞാൻ ആദ്യം മേടിച്ചപ്പോഴാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെന്തിനാ നീ കാണിക്കണേ? അതായത് നമ്മള് റെയർ ആയിട്ട് യൂസ് ചെയ്യാം, വൺസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യാം. ചേടാ ഇത് കൊള്ളാലോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് കേട്ടോ. ഫ്ലാക്സ് സീഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വല്ലപ്പോഴും നിങ്ങൾ പ്രോഗ്രാമിനും എല്ലാം ഒരു ഫംഗ്ഷനും എല്ലാം പോകുവാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല നൈസായിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഹെയർ കെയർ ഒരു വീഡിയോ. പിന്നെ ഞാൻ ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറം എന്താണെന്ന് വെച്ചാൽ ഈ ബയോളജിന്റെ ഒരു സെറമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു സെറം. പിന്നെ ഇവിടുന്ന് ഒരു സെറമുണ്ട്. അത് ആക്ച്വലി ഒരു നമ്മള് ഇവിടത്തെ DM-ലും ബിപ്പയിലും, അതായത് ഓക്കെ അവിടെ ചെന്നപ്പം ഒരു സെറം ഉണ്ടായിരുന്നു. അത് കുറച്ച് ഓയിലിയാ. അത് അപ്പം ഞാൻ പുറത്തൊക്കെ പോകാനൊന്ന് ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മിക്കവാറും ഇതാ യൂസ് ചെയ്യുന്നത്, ബയോളജിന്റെ സെറം ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് നമ്മുടെ സ്കിൻ കെയർ വീഡിയോ, അതായത് ഫേസ് കെയറിന്റെ വീഡിയോ. ഇത് ഒറ്റ വീഡിയോ ആണ്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് സ്കിൻ കെയറിനെ കുറിച്ചാണ്, അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഫേസ് കെയറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ഫേസ് കെയറിൽ ആദ്യം വരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണെങ്കിൽ സെറ്റഫിലിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതൊരു ക്ലെൻസറാ, എല്ലാവർക്കും അറിയാം. ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ അല്ലേ, ഇത് ക്ലെൻസർ അല്ലേ? മോയ്സ്ചറൈസർ ഇതല്ലേ? അപ്പൊ നീ ഇത് കാണിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? അങ്ങനല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല കേട്ടോ, അവർക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റഫിലിന്റെ ക്ലെൻസറാ. ഇച്ചു യൂസ് ചെയ്യാറില്ല. ഇച്ചു മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ വലുത് മേടിച്ചത് എന്താന്ന് വെച്ചാൽ വർഷത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ ചെറിയ ട്യൂബ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇവിടെ നമ്മള് വിന്ററിൽ എന്തായാലും നമുക്ക് മോയ്സ്ചറൈസർ വേണം. സമ്മറിൽ ഞാൻ ഇടാറില്ല.
മോയ്സ്ചറൈസർ വിന്ററിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവും. അപ്പൊ ഇത് ആക്ച്വലി നല്ലതാണ്. എനിക്ക് ആക്ച്വലി ഈ ക്രീംസ് ഒന്നും ശരിക്കും മിക്കതും പറ്റത്തില്ല. മിക്കതും ചെയ്ത് കഴിഞ്ഞാൽ കുരുവൊക്കെ വരും. സോ ഇത് പക്ഷെ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ആക്ച്വലി ഈ സെറ്റഫിലിന്റെ മോയ്സ്ചറൈസറും ക്ലെൻസറും ഏകദേശം ഒരു 2.5-3 വർഷം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഇച്ചിനോട് പറഞ്ഞു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നോക്ക്. അങ്ങനെ ഇച്ചിനും സെറ്റായി മോയ്സ്ചറൈസർ. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടുമാണ് സെറ്റഫിലിന്റെ മോയ്സ്ചറൈസറും ക്ലെൻസറും യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ സൺസ്ക്രീൻ. ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല പൊതുവെ. ഞാൻ സൺസ്ക്രീൻ ആണ് ഇടാറ്. കാരണവന്മാരായിട്ട് തന്നൊരു കോലമുണ്ട്, ബ്യൂട്ടീഷ്യനെ ഇവിടെ ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇടുന്ന സൺസ്ക്രീൻ ന്യൂട്രോജനയുടെ ഡ്രൈ ടച്ച് സൺബ്ലോക്ക്, ഈ ഒരു സൺസ്ക്രീൻ ആണോ യൂസ് ചെയ്യുന്നത്. അപ്പൊ പൊതുവെ ഞാൻ മേക്കപ്പ് ഇടാറില്ല. കുറെ പേര് ചോദിക്കാറുണ്ട് ഞാൻ മേക്കപ്പ് ഇടാറില്ല. അതിൽ മാത്രം എനിക്കൊരു ലാഭമുണ്ട്. അപ്പൊ ഞാൻ മേക്കപ്പ് ഇടാറില്ല. ഞാൻ യൂഷ്വലി സൺസ്ക്രീൻ ഇട്ടിട്ട് ഒന്ന് ലിപ് ഗ്ലോസ് ഇടും, പിന്നെ അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, റെനിയുടെ ലിപ് ഗ്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അധികം കളറൊന്നുമില്ല. ഞാൻ കാണിച്ചുതരാം. ഇതാണ് കേട്ടോ അതിന്റെ കളർ. ഇപ്പൊ നമ്മളൊന്ന് ഇത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ, ലിപ്സ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അറിയാൻ പറ്റത്തില്ല. സോ ഇതാണ് ഞാൻ റെനിയുടെ ഒരു ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ പീച്ച് അപ്പ് പിക്കർ പക്കർ അപ്പ് പീച്ച് എന്നാട്ടോ അതിന്റെ പേര്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ എത്രയൊക്കെ എന്റെ പറഞ്ഞല്ലോ. ഇനി ഇപ്പൊ ഇച്ച് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ, ഇച്ച് വല്ലപ്പോഴും ഇപ്പൊ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പൊ ഇച്ച് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ആക്ച്വലി പുതിയത് ഞാൻ ഇപ്പൊ എടുത്തതാണ്. ഹൈലോറോണിക്കിന്റെ സൺസ്ക്രീൻ ആട്ടോ ഇത്. അപ്പൊ ഇതാണ് ഇച്ച് യൂസ് ചെയ്തത്, നശിപ്പിക്കരുത്. പക്ഷേ അപ്പൊ ഇതാണ് കേട്ടോ ഇച്ച് യൂസ് ചെയ്യുന്നത്. ഇച്ചിന് ആക്ച്വലി ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇട്ട് നോക്കിയപ്പം ഇച്ചിന് വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക്, ഇത് മിക്കവാറും സെറ്റ് ആവുന്ന പറഞ്ഞിട്ടാണ് ഇത്. എനിക്ക് ഈ സൺസ്ക്രീൻ ഒക്കെ ഇട്ട എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ എരിയും. അതുകൊണ്ട് ഞാൻ ഇത് പരമാവധി ഉപയോഗിക്കാറില്ല. പക്ഷേ ചിലവർക്ക് ചില സൺസ്ക്രീൻ സെറ്റ് ആവും, ചില സെറ്റ് ആവത്തില്ല. അപ്പൊ ഇച്ചിന് ഇതാണ് സെറ്റ് ആയത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിപ് ബാം. ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന ലിപ് ബാം ആണ് ഇത്. ഇത് ആക്ച്വലി ഇവിടെ വിന്ററിനും വളരെ നല്ല ലാനികയുടെ അപ്പത്തെ എപ്പം പറ്റത്തില്ല കേട്ടോ. ലാനികയുടെ ലിപ് മാസ്ക് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ലിപ് മാസ്ക് ആണ്. കുറെ പേര് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഏത് എന്താ പറയാ ലിപ് ബാം യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്നത് ദേഗയുടെ ആയിരുന്നു. ദേഗ ആക്ച്വലി ലോങ് ലാസ്റ്റിംഗ് അല്ല, ബട്ട് പിഗ്മെന്റഡ് ലിപ്സ് ആണെങ്കിൽ നമുക്ക് ദേഗയുടെ ഇത് യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ ഒരു മോയ്സ്ചർ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വളരെ നല്ലതാണ്. ഇപ്പൊ വിന്റർ കൺട്രീസിലൊക്കെ ഇത് ഏറ്റവും അടിപൊളി സംഭവം. എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണിത്. ഓക്കെ, ഇച്ചിന്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്താ, ഇച്ചു എനിക്ക് സജസ്റ്റ് ചെയ്തതാ ഇത്. പറഞ്ഞു പോരെ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വരുന്നതാണെങ്കിൽ കുറച്ച് സെറംസ് ആണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇത് പുതിയൊരു സാധനമാണ് കേട്ടോ. ഞാൻ പുതിയൊരു സാധനം ട്രൈ ചെയ്തതാ. ഇത് ഇങ്ങനെ ഇത് ജാമിന്റെ കുപ്പിയാണ്, ആരും തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെ കിട്ടത്തില്ല. ഇത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഓറഞ്ചിന്റെ തൊലി ഞാൻ ആക്ച്വലി ഡ്രൈ ചെയ്യാൻ വെച്ചു. സൺ ഡ്രൈ ചെയ്തിട്ട് മിക്സറിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ഞാൻ അതില് കുറച്ച് അലോവേര ജെല്ലും കുറച്ച് റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പാട്ടയിലാക്കിയത്. പാട്ടയാണോ എന്താ പറയാ, കുപ്പിയല്ലല്ലോ ഇത്, ഡബയിലാക്കിയത്. ഡബയോ? അതൊരു കുപ്പിയാടി, ചെറിയൊരു കുപ്പി. ഈ ഒരു ജാർ ഇനി പറയാൻ സമ്മതിക്കുമോ? ഈ ഒരു ജാറിലാക്കിയത്. അപ്പം ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. എന്താന്ന് വെച്ചാൽ ഇപ്പം മുഖത്ത് ഇത് സെയിം വൈറ്റമിൻ സിയുടെ ആ ഒരു എഫക്റ്റ് ആക്കി കിട്ടുന്നത്. ഓറഞ്ച് ആണല്ലോ, ഓറഞ്ച് പീൽ ആണല്ലോ. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 വീക്കായി. അപ്പം മുഖത്ത് ആ ഒരു ഗ്ലോയും ഇതൊക്കെ കാണാൻ പറ്റും, ഫ്രഷ്നെസ്സും നമുക്ക് മുഖത്ത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പം ഈ കാണിച്ച പ്രൊഡക്ട്സ് ഒന്നും ഫുള്ളായിട്ട് ട്രൈ ചെയ്യണം എന്നല്ല പറഞ്ഞത്. എനിക്ക് സ്യൂട്ടബിൾ ആയതും ഇച്ചിരി സ്യൂട്ടബിൾ ആയതുമാണ് കാണിച്ചത്. ഞാൻ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിയസിനമൈഡ് ഇത് പറയുമ്പോഴൊന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷെ അപ്പൊ ഇതാണ് നിയസിനമൈഡിന്റെ പറഞ്ഞോ. ഓക്കെ, ഇതാണ് അപ്പൊ നിയസിനമൈഡ്.
ഒന്നുകൂടി ഫൈനൽ ടേക്ക് പറഞ്ഞോ അല്ല ഞാൻ പെട്ടെന്ന് പറയുന്നോണ്ടേ എനിക്ക് വിട്ടുപോകും, പെട്ടെന്ന് ഇതായിപ്പോ. ഓക്കെ, അപ്പൊ ഇതാണ് നിയസിനമൈഡിന്റെ സെറം. ഓക്കെ, നിയസിനമൈഡിന്റെ സെറം ആണെങ്കിൽ നമുക്കിപ്പോ കുരു ഒക്കെ ഉണ്ടെങ്കിൽ മുഖത്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ഇതൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം രാവിലെ ഇപ്പോൾ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഒപ്പം നിയസിനമൈഡ് സെറം യൂസ് ചെയ്യാൻ പാടില്ല. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോട്ട് പോയി നോക്കാം. എന്റെ അടുത്ത് എനിക്കറിയാം. ഓക്കെ, അടുത്തതാണെങ്കിൽ സാലിസൈക്ലിക്കിന്റെ ആസിഡിന്റെ സെറമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സെറം എന്താന്ന് വെച്ചാൽ എനിക്കിപ്പം ആക്ച്വലി കുരുക്കളൊക്കെ വരാറുണ്ട്. ഈ ഒരു ചില സമയത്താകുമ്പം നമുക്ക് എന്തായാലും ആക്നെ വരുമ്പം ഞാൻ ഈ ഒരു സെറം യൂസ് ചെയ്യും. അപ്പൊ എനിക്ക് ഭയങ്കര ഡിഫറൻസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്റെ ഏകദേശം ഒരു 2ാമത്തെ 3ാമത്തെ ബോട്ടിലാണ്. വല്ലപ്പോഴും എടുത്തുള്ളൂ, ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം സംതിങ് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതലും മുഖത്ത് കുരു വരുന്നത് എന്താന്ന് വെച്ചാൽ ഒന്നീ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഷുഗർ കൺസപ്ഷൻ കൂടുതലാണെങ്കിൽ, ഫ്രൈഡ് ഫുഡ്സ് കഴിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുഖത്ത് കുരു വരാറുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ഞാൻ ഇത് എന്താ പറയാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ച ഷുഗർ കഴിക്കാതിരുന്നിട്ട് എന്നും രാവിലെ ലൈം വാട്ടർ, അതായത് വാം ലൈം വാട്ടർ കുടിച്ച ശേഷം എനിക്ക് ഭയങ്കര ക്ലിയർ സ്കിന്നാണ് വന്നത്. അപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഞാൻ കുറച്ച് കേക്കും ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടാണ് ഈ മുഖത്ത് കുറച്ച് കുരുക്കളൊക്കെ കാണാം ഇവിടെ. അപ്പം അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. പ്രൊഡക്റ്റ് കാണുന്നില്ല. എന്തായാലും അഡാപ്ലിന്റെ ഒരു എന്താ പറയാ ഒരു മെഡിക്കേറ്റഡ് മരുന്നാണ് യൂസ് ചെയ്യുന്നത്. ഒരു ക്രീം, ഒരു ജസ്റ്റ് ഒരു ക്രീം. അത് എല്ലാവർക്കും യൂസ് ആവണമെന്നില്ല. നിങ്ങൾക്ക് അത് ഡെർമറ്റോളജിസ്റ്റ് കൺസൾട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് ഈ ഒരു സാധനം. എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇല്ലാതെ എനിക്ക് ഒരു ദിവസം ഇല്ല അല്ലേ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കസ്തൂരി മഞ്ഞളും പിന്നെ ഈ ഒരു രക്തചന്ദനവും. പിന്നെ ഇത് ഞാൻ തലയിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതെന്താ പറയാ, താളി, എന്താ ചെമ്പരത്തി താളി എന്ന് പറയില്ലേ. അപ്പൊ ഇത് ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ ഈ ഒരു സാധനം കൂടുതലും നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് കൂടുതലും. ഞാൻ ആക്ച്വലി ഇപ്പൊ കാണിച്ചതൊക്കെ നമ്മുടെ സിമ്പിൾ മോയ്സ്ചറൈസറും അത് ഇതൊക്കെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞളും കസ്തൂരി മഞ്ഞളും എന്താ പറയാ രക്തചന്ദനം അല്ല താളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇപ്പൊ എനിക്ക് പേഴ്സണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ഹെയർ ഗ്രോത്ത് ഉണ്ട് ഫേസിന്. അപ്പം ഞാൻ ഏറ്റവും കൂടുതലും ഹെയർ ഗ്രോത്ത് ഉള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ ഈ എനിക്കറിയത്തില്ല, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കസ്തൂരി മഞ്ഞൾ കുറച്ച് അലോവേറ ജെല്ലും അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. എന്നിടുവാണെങ്കിലും നല്ലതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇടേണ്ട മഞ്ഞ കളറിൽ ഫേസിൽ വരും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന അലോവേറ ജെല്ലാണ് ഇത്. നൈക്കയുടെ ഒരു അലോവേറ ജെല്ലാണിത്. പിന്നെ റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബഞ്ചറാസിന്റെ ഒരു റോസ് വാട്ടറാണ്. ഇത് ഏകദേശം ഒരു 50 രൂപ ആണെന്ന് തോന്നുന്നു. 50 രൂപ. ഇതൊരു ഏകദേശം ഒരു 400 രൂപയാ. പക്ഷെ എനിക്ക് ആക്ച്വലി ഇത് എന്തോ ഓഫറിന് കിട്ടിയതാണ്. അത്രയും വിലയൊന്നും ഇല്ലായിരുന്നു ഈ ഒരു സാധനത്തിന്. അപ്പം കുറച്ചാണ് കിട്ടിയത്. നമ്മൾ കുറെ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ മിന്ത്രയിലോ നൈക്കിലോ നമുക്ക് കുറച്ച് ഓഫർ കിട്ടുമല്ലോ. അപ്പൊ ഇത്രയും സാധനമൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാണിച്ചാൽ ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ, ഒരു ലിപ് ബാം, പിന്നെ ഒരു സൺസ്ക്രീൻ. ലാസ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ സി സെറം പ്ലമ്മിന്റെ ആണ്. ഇപ്പൊ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 വർഷമായി. നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് നിർത്താൻ പാടില്ല. നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം ഞാൻ ഈ ഒരു വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഓറഞ്ച് പീലിന്റെ അത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഞാൻ പറഞ്ഞ ഒരു പ്രൊഡക്ട്സിന്റെ ഒക്കെ ഏകദേശം ഒരു ഇത് അല്ലെ. അപ്പൊ ഞാൻ ഇത്രയും കാണിച്ച പ്രൊഡക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും യൂസ് ചെയ്യണം എന്നില്ല. പക്ഷേ ഇതൊന്നും അത്ര എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് അല്ല. ഭയങ്കര ലൈക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പ്രൊഡക്ട്സ് എന്റെ ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ ഓഫർ വരുമ്പം ഞാൻ റീസ്റ്റോക്ക് ചെയ്ത് വെക്കും. അതാകുമ്പം നമ്മളൊരു പ്രൊഡക്റ്റ് കഴിയുന്നവരെ നോക്കി ഇരിക്കണ്ടല്ലോ. ഇത് കഴിഞ്ഞ് എന്നാൽ അടുത്ത് മേടിക്കാം. ഞാൻ അങ്ങനെയല്ല, ഒരു സാധനം ഓക്കെ ഓഫറിൽ വന്നു അപ്പൊ നമ്മള് ഇത്രയും ലാഭമാണെന്ന് നോക്കുമ്പോൾ ഞാൻ അത് എല്ലാം കൂടി ടുഗദർ മേടിച്ചിട്ടാണ് ഞാൻ മേടിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെയാണ് മേടിക്കുന്നത്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫേസിലും അല്ലെങ്കിൽ ബോഡിയിൽ ഭയങ്കര ടാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുറച്ച് ബേസൻ ഫ്ലോറും കുറച്ച് കോഫി പൗഡറും കുറച്ച് ഷുഗറും പിന്നെ നമ്മുടെ ബോഡി വാഷും
ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ദേഹത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കാണുന്നതായിരിക്കും. ഇത് ആക്ച്വലി ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ടതാണ് സ്ക്രബ്. നല്ല റിസൾട്ട് കാണുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇപ്പം ഫേസിൽ ടാൻ ആവുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി ചിലപ്പം പെരട്ടൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ? എന്തുവാ നൈസായിട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുക. എന്തുവാ? കടലമാവ്, അതായത് നമ്മുടെ ബേസിൻ ഫ്ലോർ, കടലമാവും കുറച്ച് തൈരും കുറച്ച് റോസ് വാട്ടറും ഒക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും തേനും ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം സ്വാദിഷ്ടമായ ചിക്കൻ കറി നിങ്ങൾക്ക് റെഡിയായി. ഒരു ഇച്ചിരി ടൊമാറ്റോ ജ്യൂസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണുന്നതായിരിക്കും. അതും ആഴ്ചയിൽ ഒരു പ്രാവശ്യം. അതില് കുറച്ച് ജീരകവും കുറച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ രസമായി. തക്കാളി നമുക്ക് അവൈലബിൾ അല്ല, ചിലവരങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ല രസമല്ല, ചിലവര് ഈ നമ്മള് പറയുന്ന ആട്ട പൗഡറും മൈദയൊക്കെ ഇട്ട് മുഖത്ത്. അരിപ്പൊടിയും ഭയങ്കര നല്ലതാണ്. അരിപ്പൊടിയും പാലും ഇതൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു എന്താ പറയാ ഫുൾ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അല്ല, പെട്ടെന്ന് ഒരു സ്കിൻ കെയർ വീഡിയോ ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്കിൻ കെയർ വീഡിയോ അല്ല ഇത് നീ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ. താങ്ക് യു സോ മച്ച്. അപ്പൊ അതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ കമന്റിൽ കൂടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ